ബ്രസീൽ ഫാൻസ് ഒന്നും ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ വേൾഡ് കപ്പാണ്. ബ്രസീൽ വേൾഡ് കപ്പ്. ആ ഒരു വേൾഡ് കപ്പിനെ കുറിച്ചിട്ട് ഇപ്പോൾ സൂപ്പർ താരം നെയ്മർ ജൂനിയർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേൾഡ് കപ്പിലെ എന്താ പറയുക, ഒരു നിമിഷങ്ങൾ, അതായത് പരിക്ക് പറ്റി പുറത്തു പോയി സുനികയുടെ ഒരു മാരക ഫോളിനിരയായി അദ്ദേഹത്തിന് ആ ഒരു വേൾഡ് കപ്പ് നഷ്ടമായത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കളത്തിൽ വീണ് കടന്ന ഉടനെ മായ്സില വന്ന് എന്നെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എൻ്റെ കാലെവിടെ? കാരണം ഞാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു. എൻ്റെ കാല് ശരീരം മൊത്തം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്ന്. ഡോക്ടർമാരും ആളുകളൊക്കെ കൂടിയിട്ട് എന്നെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി, അവിടെ ചികിത്സിച്ചു. പക്ഷേ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ എന്തോ ആകെ തളർന്നൊരു അവസ്ഥയിലായിരുന്നു ആ ഒരു നിമിഷത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞത്. ശേഷം ഡോക്ടർ എന്നോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞത്, ഇനി ഈ ഒരു വേൾഡ് കപ്പിൽ താങ്കൾക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളൊരു ഇൻഫർമേഷനും എന്നോട് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ കുറച്ചും കൂടി താഴേക്കാണ് ആ ഒരു പരിക്ക് താങ്കൾക്ക് കിട്ടിയിരുന്നു എങ്കിൽ താങ്കൾക്ക് ഫുട്ബോളുമായിട്ട് എന്നേക്കുമായിട്ട് ഇവിടെ പറയേണ്ടി വരുമായിരുന്നു എന്ന ഡോക്ടർ പറഞ്ഞതായിട്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അദ്ദേഹത്തിന് നല്ലൊരു മാരകമായ ഫോളിന് ഇരയായല്ലോ സുനികയിട്ട്. അതുപോലെ ഫോൾ ചെയ്യുന്നവർക്ക് ഈ ഒരു ഫോളിനിരയായ വ്യക്തി എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം പുറത്തിരിക്കേണ്ടി വരുമോ അത്രയും കാലയളവിൽ ആ ഒരു ഫോൾ ചെയ്ത താരത്തെയും പുറത്തിരുത്തണം എന്നുള്ളൊരു അഭിപ്രായം കൂടി നെയ്മർ ഷെയർ ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സംഭവം മാത്രമല്ല, ഫുട്ബോളിലെ മൊത്തത്തിലുള്ള സ്റ്റാറ്റസ്, അതായത് ഒരു താരത്തെ ഫോൾ ചെയ്ത് കണ്ട് താരത്തിന് കളത്തിന് പുറത്തിരിക്കേണ്ടി വന്നാൽ ഫോൾ ചെയ്ത താരത്തെയും അത്രയും കാലം പുറത്തിരുത്തണമെന്ന്. എത്ര കണ്ട് പോസിബിൾ ആണെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം അത്രയും അന്ന് വേദനിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസിനെ കുറിച്ച് പറയണ്ട. കാരണം സ്വന്തം നാട്ടിലെ വേൾഡ് കപ്പിൽ 7-1 തോൽവി, വമ്പിച്ചൊരു തോൽവി ഏറ്റുവാങ്ങി. അതൊന്നാമത്തെ പ്രശ്നം. ഒന്നാമത്തെ ഒരു മെൻ്റൽ പ്രശ്നം. രണ്ടാമത്തേത് നെയ്മർ ജൂനിയറുടെ മാരക ഫോളും ഒക്കെ പടന്നൊരു ദുരന്ത ദിവസങ്ങളായിരുന്നു ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബ്രസീൽ നാഷണൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും നെയ്മർ ജൂനിയർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വന്ന് പറഞ്ഞിട്ടാണ്, എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ഞാൻ ആകെ തളർന്നു പോയി, ആകെ ശരീരം മൊത്തം തളർന്നു പോയി, മായ്സലോ എന്നെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന്.